നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CCTVയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിന് പ്രൗഢമായ തുടക്കം. എക്സൈസ്, പോലീസ്, തദ്ദേശ സ്ഥാപനങ്ങൾ, വിവിധ കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടെ CCTV നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ഞായറാഴ്ച തുടക്കമായത്. സമകാലിക സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധിയെ അതിജീവിക്കാൻ തങ്ങളാലാകും വിധം പ്രവർത്തിക്കാൻ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നിട്ടിറങ്ങിയ CCTVയെ സർക്കാരിനും എക്സൈസ് വകുപ്പിനും വേണ്ടി അഭിനന്ദിച്ച് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ്. ലഹരിക്കെതിരെ ചെറുവിരൽ അനക്കുന്നത് പോലും മഹത്തായ സാമൂഹ്യ സേവനമെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ. ആർത്താഡ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൊറോസ്താത്തിയോസ് ലീബ ബാവയുടെ ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചു. ആർത്താഡ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകന്മാരായ സ്ലീബ മറോസ്താത്തിയോസ്, പൗലോസ് മാർ സെവേറിയോസ് മെത്രാപ്പോലിത്തമാരുടെ ഓർമ്മ പെരുന്നാളും ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. കൈകോർക്കാം ലഹരിക്കെതിരെ. CCTVയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിന് പ്രൗഢമായി തുടക്കം. എക്സൈസ്, പോലീസ്, തദ്ദേശ സ്ഥാപനങ്ങൾ, വിവിധ കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടെ CCTV നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ഞായറാഴ്ച തുടക്കമായത്. CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. സമകാലിക സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധിയെ നേരിടാൻ തങ്ങളാലാകും വിധം പ്രവർത്തിക്കാൻ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നിട്ടിറങ്ങിയ CCTVയെ സർക്കാരിനു വേണ്ടി, എക്സൈസ് വകുപ്പിനു വേണ്ടി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അഭിനന്ദിച്ചു. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നാലാവും വിധം പരിഹരിക്കുന്നതിന് സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നോട്ട് വന്ന CCTV കുന്നംകുളത്തിനെയും അതിൻ്റെ സംഘാടകരെയും ഭാരവാഹികളെയും ഗവൺമെൻറ്റിന് വേണ്ടി, എക്സൈസ് വകുപ്പിന് വേണ്ടി ആദ്യമേ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗിക്കുകയാണ്. ലഹരിക്കെതിരെ ചെറുവിരൽ അനക്കുന്നത് പോലും മഹത്തായ സാമൂഹ്യ സേവനമാണ്. നമ്മുടെ തലമുറയെ കാർന്നു തിന്നുന്ന ഈ വിപത്തിനെതിരെ എക്സൈസും പോലീസും വലിയ യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും കമ്മീഷണർ പറഞ്ഞു. ലഹരിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നത് മഹത്തായ സാമൂഹ്യ സേവനമായിട്ടാണ് ഗവൺമെൻറ് കണക്കാക്കുന്നത്. നിങ്ങൾക്കറിയാം, എക്സൈസും പോലീസും രാപ്പകലില്ലാതെ ഈ ലഹരിക്കെതിരെ ഒരു യുദ്ധം, ഒരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുക. 2024 വർഷത്തിൽ മാത്രം 27,171 കേസുകൾ ഈ ഇനത്തിൽ ചാർജ് ചെയ്യുകയും 24,632 പേരെ അറസ്റ്റ് ചെയ്യുകയും ടൺ കണക്കിന് കിലോ മയക്കുമരുന്ന് നശിപ്പിച്ചിട്ടും ഇതിന്റെ വ്യാപനം കുറയുന്നില്ലെന്നും എല്ലാത്തരം ജാഗ്രതയോടെയും സമൂഹമൊന്നാകെ ലഹരിക്കെതിരെ അണിനിരക്കണമെന്നും PK സതീഷ് കൂട്ടിച്ചേർത്തു. ലഹരി സംബന്ധമായ പരാതികൾ അറിയിക്കുന്നതിന് കേരള ഗവൺമെൻറ് ഒരു ടോൾ ഫ്രീ മൊബൈൽ നമ്പർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാക്ഷാൽ DGPയുടെ, എക്സൈസ് കമ്മീഷണറുടെ ഔദ്യോഗിക മൊബൈൽ നമ്പറാണ് കേരള ഗവൺമെൻറ് ലഹരി സംബന്ധമായ പരാതികൾ അറിയിക്കുന്നതിനായിട്ട് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ധൈര്യപൂർവ്വം 24 മണിക്കൂറും ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ പരാതിക്ക് 24 മണിക്കൂറിനുള്ളിൽ പരിഹാരമുണ്ടാകുന്ന സത്വര നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. 94417800 എന്നതാണ് ആ ടോൾ ഫ്രീ നമ്പർ. ആ ടോൾ ഫ്രീ നമ്പർ പരാതി പറഞ്ഞാൽ നിങ്ങളുടെ പേരോ മേൽവിലാസമോ യാതൊരു വിവരങ്ങളും ഒരു കാരണവശാലും പുറത്തു പോകില്ല. തിരുവനന്തപുരത്ത് DGPയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലാണ് പരാതി പോവുക. അവിടെ 24 മണിക്കൂറും പരാതി എഴുതിയെടുക്കാൻ പോലീസുകാരെ നിയമിച്ചിട്ടുണ്ട്. പരാതി എഴുതിയെടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഉടൻ തന്നെ അതാത് എക്സൈസ്, പോലീസ് ജില്ലാ മേധാവികൾക്ക് വാട്സപ്പിലൂടെ കൈമാറും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് തൃശൂർ റേഞ്ച് ഓഫീസർ ലത്തീഫ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മദ്യവും മയക്കുമരുന്നും സമൂഹത്തിൽ വരുത്തിവെക്കുന്ന മാരകവും വ്യാപകവുമായ വിപത്തിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആയതിനാൽ
എൻ്റെ ജീവിതകാലം മുഴുവൻ എല്ലാതര ലഹരി ഉപയോഗങ്ങളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കും. കുന്നംകുളം പോലീസ് SHO UK ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിമരുന്ന് തലവന്മാർക്ക് ഗുണ്ടാ തലവന്മാർക്കെന്ന പോലെ വീരപരിവേഷം ലഭിക്കുന്നുവെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപരിക്കുന്ന യുവതലമുറ അന്ധമായി ഇവരെ അനുകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണ്ടാ തലവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലത്തൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്ന ആളാണ്. ഇപ്പോൾ ഗുണ്ടാ തലവൻ്റെ ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചെല്ലുന്ന അവസ്ഥയാണ്. അത് നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ളൊരു മാറ്റമാണ്. ആ മാറ്റമാണ് നമ്മൾ കണ്ടെത്തിയിട്ട് പരിഹരിക്കേണ്ടത്. അതായത് ഈ കുട്ടികളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ബദനി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, എക്സൈസ് കുന്നംകുളം റേഞ്ച് ഇൻസ്പെക്ടർ ശിവശങ്കരൻ, നഗരസഭാ കൌൺസിലർമാരായ ബിജു C. ബേബി, KK മുരളി, വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C. ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ സ്വാഗതവും ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് CV ബേബി അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വിശ്വാസ പരിശീലന യൂണിറ്റ് പ്രിൻസിപ്പൽ AS സെബാസ്റ്റ്യൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. കോലഴി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ CA ജോസഫ് ലഹരി വിരുദ്ധ സെമിനാർ നയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ലീഡർമാരായ KC ഡേവിസ്, KM ഫ്രാൻസിസ്, TD ഡീൻസ്, റെജീന ജെയിംസ്, ജാൻസി ജോയ്, നടത്തുകൈക്കാരൻ MV ഷാൻഡോ, PRO ബിജു ജോർജ് എന്നിവർ സംസാരിച്ചു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയത്തിൽ KCBCയുടെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ ഞായർ ആചരിച്ചു. ഇടവക വികാരി ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ മുഖ്യ കാർമ്മികനായി. ദിവ്യബലിയിൽ KCBC എരനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ചെമ്പിശ്ശേരി കാറോസൂസ ചൊല്ലി. ദേവാലയ അങ്കണത്തിൽ നടന്ന പതാക ഉയർത്തലിന് ശേഷം പ്രസിഡന്റ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മധുരപലഹാര വിതരണവും ഉണ്ടായി. PA പോൾ, ജോണി, ജോസ്, ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വർദ്ധിച്ചുവരുന്ന ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ എരുമപ്പെട്ടിയിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. എരുമപ്പെട്ടി ഫൊറോന പള്ളി, എരുമപ്പെട്ടി ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, വായനശാലകൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പ്രസ് ക്ലബ്ബ്, ആക്ട്സ്, ലാൻഡ്സ് ക്ലബ്ബ്, സ്കൂൾ PTA ഭാരവാഹികൾ, മതസംഘടനാ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. യോഗത്തിന് ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. കോർഡിനേറ്റർ MA ഉസ്മാൻ പദ്ധതി വിശദീകരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർമാരായ MM സലീം, ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, മഹല്ല് സെക്രട്ടറി MM നിഷാദ്, വായനശാല പ്രസിഡന്റ് KM അഷ്റഫ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, വ്യാപാരി പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ, എരുമപ്പെട്ടി സ്കൂൾ SMC ചെയർമാൻ VS ശ്രീജൻ, KC ഡേവിസ്, മേജർ KP ജോസഫ്, കേണൽ റജീന, PT ജോസഫ്, ബിജു ആൽഫ, KK യോഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഗ്രതാ സമിതി ചെയർമാനായി ഫാദർ ജോഷി ആളൂർ, വൈസ് ചെയർമാനായി KA ഫരീദ് അലി, കൺവീനറായി MV ബാബു മാസ്റ്റർ, ജോയിന്റ് കൺവീനർ MA ഉസ്മാൻ, ട്രഷറർ റഷീദ് എരുമപ്പെട്ടി എന്നിവരെ തെരഞ്ഞെടുത്തു. വിട പറയാം ലഹരിയോട്, കാത്തുസൂക്ഷിക്കാം നമ്മെ തന്നെ ക്യാമ്പയിൻ അക്കിക്കാവ് മേരിമാത ബോയ്സ് കോട്ടേജിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് N അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനും ലഹരി നിർമ്മാർജ്ജന സമിതി മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ ഷാജി കല്ലുംവീട്ടിൽ മുഖ്യ സന്ദേശം നൽകി. പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷറും ഓർമ്മമരവും മേരിമാത ബോയ്സ് കോട്ടേജ് ഡയറക്ടർ ഫാദർ അലക്സ് ബേബിക്ക് കൈമാറി. ഫാദർ മനു സംസാരിച്ചു. ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് വൃക്ഷത്തൈകൾ സമ്മാനമായി നൽകി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ KCBC മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മദ്യവിരുദ്ധ ഞായർ പതാക ദിനമായി ആചരിച്ചു. ഇടവക വികാരിയും സംഘടനാ ഡയറക്ടറുമായ ഫാദർ ലിയോ പുത്തൂർ കൊടിയേറ്റം നിർവഹിച്ച് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സംഘടനാ പ്രസിഡന്റ് റോബിൻ റാഫേൽ അന്തിക്കാട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മധുരപലഹാര വിതരണമുണ്ടായി. സെക്രട്ടറി ലിജിൻ തോമസ്, ബാബു മുരിങ്ങത്തേരി, AK റാഫേൽ അന്തിക്കാട്, ടോമി മുരിങ്ങത്തേരി, വിൻസൻ അന്തിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി.
CPM കടവല്ലൂർ വെസ്റ്റ് ബ്രാഞ്ച് ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങല തീർത്തു. പാർട്ടിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കടവല്ലൂർ സെൻട്രൽ തീർത്ത മനുഷ്യ ചങ്ങലയുടെയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയുടെയും ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി നിർവഹിച്ചു. കടവല്ലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, വാർഡ് മെമ്പർ നിഷിൽ, സെക്രട്ടറി സുർജിത്ത് എന്നിവർ സംസാരിച്ചു. നിരവധി പേർ മനുഷ്യ ചങ്ങലയിൽ അണിചേർന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. മറ്റു വാർത്തകൾ. കേച്ചേരി പറപ്പുകാവ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള നിലപ്പന്തൽ നിർമ്മാണം പുരോഗമിക്കുന്നു. മേഖലയിലെ പ്രസിദ്ധമായ പറപ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡിലാണ് നിലപ്പന്തൽ നിർമ്മാണം പുരോഗമിച്ചു വരുന്നത്. പാവർട്ടിയിലെ ഷെമീർ സൗണ്ട് ആൻഡ് ലൈറ്റ്സിന്റെ നേതൃത്വത്തിലാണ് പന്തൽ നിർമ്മിക്കുന്നത്. 70 അടി ഉയരത്തിൽ 3 നിലകളിലായിട്ടാണ് ആകർഷകമായ പന്തൽ നിർമ്മിക്കുന്നതെന്ന് നിർമ്മാണ ചുമതല ഏറ്റെടുത്ത ഷെമീർ പറഞ്ഞു. കഴിഞ്ഞ 30 വർഷമായി പന്തൽ നിർമ്മാണ രംഗത്ത് സജീവമായ ഷെമീർ മേഖലയിലെ നിരവധി ആഘോഷങ്ങൾക്ക് പന്തലും ദീപാലങ്കാരവും ഒരുക്കിയിട്ടുണ്ട്. പുരാഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡിൽ നിർമ്മിക്കുന്ന നിലപ്പന്തൽ. മാർച്ച് 30-31 തീയതികളിലായിട്ടാണ് പറപ്പുകാവ് ക്ഷേത്രത്തിലെ വേലയും പൂരമഹോത്സവവും ആഘോഷിക്കുന്നത്. അത് ഫിക്സഡ് ലൈറ്റാണ് മൊത്തം ചെയ്യണത്. പിന്നെ ഒരാഴ്ചത്തെ പണിയുണ്ട്, പന്തലിൻ്റെ പണി 29-31 കത്തണം. ലൈറ്റിൻ്റെ പണിക്ക് ഒരു 5 ആളും 12 മണിക്കൂർ 4 ആളും 9 ആൾ പണിയുണ്ട്. അപ്പോൾ പന്തലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കടങ്ങോട് കിഴക്കുമുറിയിലുണ്ടായ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത്. ആലക്കൽ കൃഷ്ണന്റെ മകൻ ശശികുമാറിന്റെ മരണത്തിലാണ് ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എരുമപ്പെട്ടി മങ്ങാട്ടുകാവിലെ കുംഭഭരണിയുടെ തലേദിവസം രാത്രി പരിപാടികൾ കാണാനായി വീട്ടിൽ നിന്നും പോയ ശശികുമാർ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്നും പിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞ് ശശികുമാറിന്റെ അമ്മയ്ക്ക് ഫോൺ വരികയാണ് ഉണ്ടായതെന്ന് ബന്ധുക്കൾ പറയുന്നു. ആശുപത്രിയിൽ കൈകാലുകൾ ചലനം നഷ്ടപ്പെട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. കഴുത്തിന് പിറകിൽ ചതവ് പറ്റിയതുപോലെയും കാണപ്പെട്ടിരുന്നു. തുടർന്ന് ICUവിലും വെന്റിലേറ്ററിലുമാക്കിയ ശശികുമാറിന്റെ നില ഗുരുതരമായി തുടരുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം കുറഞ്ഞുവന്ന് കഴിഞ്ഞ ദിവസം രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. മങ്ങാട്ടുകാവിലെ വേലയുടെ തലേദിവസം പരിപാടികൾ കാണാൻ പോയ മകന് സംഭവിച്ചതെന്താണെന്നറിയാൻ ശശികുമാറിന്റെ പിതാവ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ മരിക്കുന്നതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ശശികുമാറിന് എന്ത് സംഭവിച്ചതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും നടപടിയെടുക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ അമൃത് കുടുംബശ്രീ NULM പദ്ധതികളുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയുടെ വിവിധ പാർക്കുകളിൽ ജോലി ചെയ്തു വരുന്ന അമൃത് മിത്രമാരുടെ സംഗമവും 1ാം വാർഷികവും പുതിയ അമൃത് മിത്ര പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും നടന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ഷഫീർ അധ്യക്ഷത വഹിച്ചു. പുതിയ അമൃത് മിത്രമാർക്ക് തിരിച്ചറിയൽ കാർഡും യൂണിഫോമും വിതരണം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, NULM സിറ്റി മിഷൻ മാനേജർ VS ദീപ എന്നിവർ സംസാരിച്ചു. അമൃത് കോർഡിനേറ്റർ മാധവൻ, രാഹുൽ N, കൗൺസിലർമാർ, മെമ്പർ സെക്രട്ടറി ജിഫി ജോയ്, കുടുംബശ്രീ അമൃത് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നുകുളം മാർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോറസ്താത്യോസ് ലീബ ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന നടന്നു. വൈകിട്ട് 5:30 വടവുക്കോട്, അങ്കമാലി, പൊയ്ക്കാട്ടുശ്ശേരി, ചേലക്കര, ചാലിശ്ശേരി, കൊരട്ടിക്കര, അഗതിയൂർ, വൈശ്ശേരി, ഐനൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള കാൽനട തീർത്ഥയാത്രകൾക്ക് ആർത്താറ്റ് സിംഹാസന പള്ളിയിൽ സ്വീകരണം നൽകി. തുടർന്ന് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും കബറിങ്കൽ ധൂപപ്രാർത്ഥനയും പ്രദക്ഷിണവും ഉണ്ടായി. ഞായറാഴ്ച പുലർച്ചെ പെങ്ങാമുക്ക്, പാറന്നൂർ, പെലക്കാട്ട് പയ്യൂർ, വൈശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥയാത്രകൾ രാവിലെ 6 മണിക്ക് പള്ളിയിലെത്തി. തുടർന്ന് പ്രഭാത പ്രാർത്ഥന, 7 മണിക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടന്നു. 10,000 പങ്കെടുക്കുന്ന ഗംഭീര നേർച്ച സദ്യയുമുണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സിംഹാസന പള്ളികളുടെ അധിപൻ മോർ ദിയാക്കോറോസ് കുര്യാക്കോസ് മെത്രാപ്പോലിത്ത, യാക്കോബായ സുറിയാനി സഭയുടെ ഇടുക്കി ഭദ്രാസന മെത്രാപ്പോലിത്ത സക്രിയ മോർ പിലാക്സിനോസ് എന്നിവർ പ്രധാന കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജിബിൻ ചാക്കോ, സഹവികാരി ഫാദർ മനു തങ്കച്ചൻ, ട്രസ്റ്റിമാരായ ചാക്കോ ജോർജ് പനക്കൽ, സിറിൽ ജോൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി വർഗീസ് തറയിൽ, ട്രഷറർ ഗ്രിഗറി പനക്കൽ, ജോയിന്റ് സെക്രട്ടറി ടെറിൻ വർഗീസ്, പെരുന്നാൾ കൺവീനർ KU രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് 19, 20, 21 തീയതികളിലായി വചനപ്രഘോഷണവും നടന്നിരുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകന്മാരായ സ്ലീബ മൊറോസ്താത്തിയോസ്, പൗലോസ് മാർ സേവേറിയോസ് മെത്രാപ്പോലിത്തമാരുടെ ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ഭക്തിയാദരപൂർവ്വം ആഘോഷിച്ചു.
ശനിയാഴ്ച രാവിലെ 8:15 നമസ്കാരം, 8:30 അഞ്ചിന്മേൽ വിശുദ്ധ കുർബാന, 10 മണിക്ക് ഖബറിങ്കൽ ധൂപപ്രാർത്ഥന, കൈമുത്ത്, ശേഷം നേർച്ച എന്നിവ നടന്നു. ഓർമ്മ പെരുന്നാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ധൂപപ്രാർത്ഥന നടന്നു. ശേഷം വൈശ്ശേരി ഇടവക ജനങ്ങളും ദേശവാസികളും ചേർന്ന് ആർത്താറ്റ് പുത്തൻപള്ളി ഇടവക ജനങ്ങളോടൊപ്പം കാൽനട തീർത്ഥയാത്ര ആരംഭിക്കുകയും വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള തീർത്ഥയാത്രകളുമായി സമന്വയിച്ച് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയിൽ എത്തിച്ചേർന്നു. തീർത്ഥയാത്രയ്ക്ക് പള്ളി അങ്കണത്തിൽ സ്വീകരണം നൽകി. തുടർന്ന് 9:30 പ്രഭാത നമസ്കാരം, 10:15 മൂന്നിന്മേൽ വിശുദ്ധ കുർബാനയും നടന്നു. ഇടവകയിലെ 2024 വർഷത്തിൽ SSLC പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥിക്ക് മുൻ വികാരി ചെറുവത്തൂർ മാത്തു കത്തനാരുടെ നാമത്തിൽ എൻഡോമെന്റ് വിതരണം ചെയ്തു. ശേഷം ഖബറിങ്കൽ ധൂപപ്രാർത്ഥന, തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, കൈമുത്ത് എന്നിവയ്ക്ക് ശേഷം നേർച്ച വിളമ്പും ഉണ്ടായി. ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി മുഖ്യ കാർമ്മികനായി, വികാരി പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ, കൈസ്ഥാനി PV ഹെൻറി, സെക്രട്ടറി ജിജു പോൾ കൊള്ളന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കിക്കാവ് കമ്പിപ്പാലത്ത് പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി ചെയ്ത ഭാഗത്ത് അപകടങ്ങൾ പതിവാകുന്നു. പൈപ്പിന്റെ ചോർച്ച മാറ്റാനായി റോഡിന്റെ ഒരു വശം പൊളിച്ച് കുഴിയെടുത്തിരുന്നു. പൈപ്പിന്റെ ചോർച്ച അടച്ചെങ്കിലും പൊളിച്ച റോഡിൽ ടാറിംഗ് നടത്തിയില്ല. ഇതോടെ ഇരുചക്രവാഹനങ്ങൾ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ്. അപകടങ്ങൾ തുടർച്ചയായിട്ടും അപകട സൂചനാ ബോർഡ് പോലും അധികൃതർ സ്ഥാപിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. CCTV ന്യൂസ് ഇമ്പാക്ട്. സംസ്ഥാന പാതയിൽ പാറമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റാനായി എത്തിച്ച ഉപയോഗശൂന്യമായ പൈപ്പുകൾ അധികൃതർ കൊണ്ടുപോയി. CCTVയുടെ വാർത്തയെ തുടർന്നാണ് ഈ നടപടി. കേടുപാടുകളുള്ള പൈപ്പുകൾ കൊണ്ടുപോവുകയായിരുന്നു. ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ കൊണ്ടുവന്ന പൈപ്പുകളിൽ വലിയ പൊട്ടലുള്ളതും വശങ്ങൾ കേടുവന്നതുമായ പൈപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇവ മാറ്റി സ്ഥാപിച്ചാൽ വെള്ളം ചോരുന്നത് പതിവാകുമെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെയുള്ള റോഡിലെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകൾ പൊട്ടി ശുദ്ധജല വിതരണം മുടങ്ങുന്നത് പതിവായിരുന്നു. പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതോടെ പൈപ്പ് പൊട്ടലിന് ശമനമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. പൊട്ടിയ പൈപ്പുകൾ കൊണ്ടുപോയതോടെ പുതിയ പൈപ്പുകൾ ദീർഘനാൾ നിലനിൽക്കുമെന്ന ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ്, ഗുരുവായൂർ ലോർഡ് ജോണേഴ്സ് അസോസിയേഷൻ, സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി, ഗുരുവായൂർ മേഖല, റോട്ടറി ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ ഹെറിറ്റേജ് എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മതസൗഹാർദ്ദ സമ്മേളനവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. മാതൃഭൂമി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ MP സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ACP PS സിനോജ്, CD ജോൺസൺ, K പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മോഹനകൃഷ്ണൻ ഓടാത്ത്, PS പ്രേമാനന്ദൻ, TN മുരളി, അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭാതല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി ഗുരുവായൂർ നഗരസഭയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൗൺസിലർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, റിസോഴ്സ് പേഴ്സൺമാർ എന്നിവർക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത്, ജില്ലാ റിസോഴ്സ് പേഴ്സൺമാരായ പ്രജിൽ, ശ്യാം എന്നിവർ പങ്കെടുത്തു. അർബൻ ഫെല്ലോ, കില റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ രാജേഷ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. കൗൺസിലർമാർ, ഗുരുവായൂർ നഗരസഭയിൽ ചാർജുള്ള KDSC കോർഡിനേറ്റർ ജുൽഫർ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ജിഫി ജോയ്, കുടുംബശ്രീ ചെയർപേഴ്സൺ മോളി ജോയ്, മറ്റു ജീവനക്കാർ, CDS മെമ്പർമാർ, വാർഡുതല RPമാർ എന്നിവർ പങ്കെടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ഷഫീർ സ്വാഗതവും NULM സിറ്റി മിഷൻ മാനേജർ VS ദീപ നന്ദിയും പറഞ്ഞു. SKSSF വടക്കേക്കാട് മേഖല ബദർ അനുസ്മരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. വടക്കേക്കാട് നാലാങ്കല്ല് MNT ഹാളിൽ നടത്തിയ ചടങ്ങ് മേഖലാ പ്രസിഡന്റ് നവാസ് റഹ്മാനുടെ അധ്യക്ഷതയിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ സലാം ബാക്കവി ഉദ്ഘാടനം ചെയ്തു. SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ, സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി എന്നിവർ പ്രഭാഷണം നടത്തി. മൗലിദ് സദസ്സിന് സുലൈമാൻ അൻവരി, ഹാരിസ് ഫൈസി, ഇബ്രാഹിം ഫൈസി പഴുനാന എന്നിവർ നേതൃത്വം നൽകി. മേഖലാ സെക്രട്ടറി ഉസ്മാൻ ദാരിമി സ്വാഗതവും വർക്കിംഗ് സെക്രട്ടറി ഷരീഫ് അംബാല നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ 2025-2026 വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാലിന്റെ അധ്യക്ഷതയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വൈസ് പ്രസിഡന്റുമായ ബിന്ദു ഗിരീഷ് അവതരിപ്പിച്ചു. 4,68,669 രൂപ പ്രാരംഭ ബാക്കിയും 121,51,00,000 രൂപ വരവും
125 കോടി 19,40,249 രൂപ ചെലവും 42,56,134 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 34 കോടി, കുടിവെള്ള പദ്ധതികൾക്കായി 9 കോടി, ലൈഫ് ഭവന പദ്ധതിക്കായി 8 കോടി, പട്ടികജാതി നഗറുകളുടെ വികസനത്തിനായി 6 കോടി, സംരംഭങ്ങൾക്കായി 5 കോടി, ഭിന്നശേഷി വയോജന ഉന്നമനത്തിനായി 2 കോടി, പാലിയേറ്റീവ് മേഖലയ്ക്കായി 3 കോടി, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കായി 6 കോടി, വിദ്യാഭ്യാസ പദ്ധതികൾക്കായി 1.5 കോടി, കായിക മേഖലയ്ക്ക് 1.5 കോടി, കാർഷിക മേഖലയ്ക്ക് 14 കോടി, എരുമപ്പെട്ടി ടൂറിസം സൊസൈറ്റിക്കായി 1 കോടി, ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിനായി 4 കോടി, ഗ്രീൻ പാർക്ക് MCFനായി 2 കോടി, ലഹരി വിമുക്ത പഞ്ചായത്തിനായി 25 ലക്ഷം, മൂവാണ്ടൻ മാന്തോപ്പ് ഫലവൃക്ഷ ഉദ്യാനം 1.5 കോടി, സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതിക്കായി 1 കോടി എന്നിങ്ങനെയാണ് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ആകാശപാത, ബഡ്സ് സ്കൂൾ, മങ്ങാട് മിനി സ്റ്റേഡിയം, കുടുംബശ്രീ ബാങ്ക്, ഹാപ്പിനെസ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പണം നീക്കിവെച്ചിട്ടുണ്ട്. യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി, ഷീജ സുരേഷ്, സുമന സുഗതൻ, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, ES സുരേഷ്, MC ഐജു, PM സജി, NP അജയൻ, സ്വപ്ന പ്രദീപ്, KB ബബിത, റീന വർഗീസ്, മാഗി അലോഷ്യസ്, സുധീഷ് പറമ്പിൽ, റിജി ജോർജ്, സതി മണികണ്ഠൻ, PK മാധവൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ബജറ്റ് യോഗം അംഗീകരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 2025-2026 സാമ്പത്തിക വർഷത്തിലേക്ക് അവതരിപ്പിച്ച ബജറ്റ് തികച്ചും നിരാശാജനകമാണെന്ന് പ്രതിപക്ഷം. പഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഫണ്ട് നീക്കിവെച്ചിട്ടില്ല. കാർഷിക മേഖലയെ പാടെ അവഗണിച്ചു. തകർന്നു കിടക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ തുക വകയിരുത്തിയിട്ടില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടത്ര പരിഗണന നൽകിയിട്ടുമില്ല. ഒരു വാർഡിൽ ഒരു ഗ്രൗണ്ട് എന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം നടപ്പിലാക്കാതെ യുവജനങ്ങളെ ഈ ഭരണസമിതി വഞ്ചിച്ചുവെന്നും ആകാശപാത, നീന്തൽക്കുളം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവായ MC ഐജു, മെമ്പർമാരായ റീന വർഗീസ്, റിജി ജോർജ്, PK മാധവൻ, സതി മണികണ്ഠൻ എന്നിവർ കുറ്റപ്പെടുത്തി. യോഗത്തിൽ പ്രതിപക്ഷ മെമ്പർമാർ വിയോജനം രേഖപ്പെടുത്തുകയും ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 ബജറ്റ് തീർത്തും നിരാശാജനകമായ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഊതി വീർപ്പിച്ച ഒരു ബജറ്റ് എന്ന് പറയാം. ഇതിലേത് അംഗൻവാടി ജീവനക്കാർക്ക്, ആശാ വർക്കർമാര് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അവരുടെ ആരോഗ്യം പരിപാലിക്കുന്ന ആളുകളാണ് ഈ അംഗൻവാടിക്കാരായാലും ശരി, ആശാ വർക്കർമാരായാലും ശരി. അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്ക് അധിക വേതനം നൽകുന്നതിനോ ഒരു തരത്തിലുള്ള ഒരു ഫണ്ട് ഇതില് ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കർഷകരെ രക്ഷിക്കാൻ ഒരു തരത്തിലുള്ള ഫണ്ടും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ കുന്നത്തേരി പാടശേഖരം അടക്കമുള്ള പാടശേഖരങ്ങളിലേക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ വഴിയുള്ള പദ്ധതികൾ നമ്മൾ 2-3 വർഷമായിട്ട് ആലോചിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കേരള സംഗീത നാടക അക്കാദമിയുടെ അമേച്വർ നാടക മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച ആലപ്പുഴ മരുതം തിയേറ്റേഴ്സിന്റെ മാടൻ മോക്ഷം നാടകത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു. ഡിസൈനറും ചിത്രകാരനുമായ ബാബു വാഗ, കവിയും സാഹിത്യകാരനും തൃശൂർ തെക്കേമഠം മാനേജറുമായ ഡോക്ടർ വടക്കുംപാട്ട് നാരായണനെ നൽകിക്കൊണ്ട് പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയൻ പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെ മാർച്ച് 29 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നാടകാവതരണവും തുടർന്ന് സംസ്ഥാന അമേച്വർ നാടക മത്സരത്തിലെ വിജയികൾക്കുള്ള നാടക അവാർഡ് വിതരണവും ഉണ്ടാകും. മികച്ച നടനുള്ള പുരസ്കാരം നേടിയ സിനിമാ നാടക നടനായ പ്രമോദ് വെളിയനാട് നായകനായി അഭിനയിച്ച നാടകം കൂടിയാണ് മാടൻ മോക്ഷം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സബ് രജിസ്റ്റർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള ജനകീയ സമിതികളുടെ രൂപീകരണ യോഗം NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ ചേർന്നു. ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും സുതാര്യമായതും വേഗത്തിലുമുള്ള സേവനങ്ങൾ രജിസ്ട്രാർ ഓഫീസ് മുഖേന നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട സംവിധാനമായി ജനകീയ സമിതികൾ മാറണമെന്ന് MLA യോഗത്തിൽ നിർദ്ദേശിച്ചു. അണ്ടത്തോട് രജിസ്ട്രാർ ഓഫീസിന് ആധുനിക രീതിയിലുള്ള കെട്ടിടവും മെച്ചപ്പെട്ട അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിലാണെന്നും ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസ് സ്ഥലപരിമിതി മൂലം പ്രയാസത്തിലാണെന്നും ഇതിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ ജനകീയ സമിതികൾ ഫലപ്രദമായി ഇടപെടണമെന്നും MLA കൂട്ടിച്ചേർത്തു. എല്ലാ മാസത്തിലും 3ാമത്തെ ശനിയാഴ്ച രജിസ്ട്രാർ ഓഫീസുകളിൽ ജനകീയ സമിതിയുടെ യോഗം ചേരണം. MLAയുടെ അസാന്നിധ്യത്തിൽ രജിസ്ട്രാർ ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്തെ നഗരസഭാ ചെയർമാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അധ്യക്ഷതയിൽ യോഗം ചേരാനും തീരുമാനമായി. ജനകീയ സമിതിയിലേക്ക് പ്രതിനിധികളെ നിശ്ചയിച്ച് നൽകാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലാ അധ്യക്ഷർക്ക് പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാൻ കത്ത് നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു.
ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ എം കൃഷ്ണദാസ്, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, അണ്ടത്തോട്, കോട്ടപ്പടി, ചാവക്കാട് എന്നിവയിലെ സബ് രജിസ്ട്രാർമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആധാരമെഴുത്തുകാരുടെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കുന്നംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ട്രഷറർ മുകേഷിന്റെ വസതിയിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ സുന്നി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി റമദാൻ സന്ദേശം നൽകി. പ്രസ് ക്ലബ് സെക്രട്ടറി അജ്മൽ ചമന്നൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രഷറർ മുകേഷ്, ജോയിന്റ് സെക്രട്ടറി കെ നിഖിൽ, രവീന്ദ്രനാഥ് കൂനത്ത്, റഫീഖ് കടവല്ലൂർ, KR ബാബു, സുമേഷ് പി വിൽസൺ, ഹരി ഇല്ലത്ത്, പ്രശാന്ത് കെ വിൽസൺ, ബിമോൻ, വിഷ്ണു വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ CF ജെയിംസ് സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ജോസ്, ആൻസി വില്യംസ്, KS കരീം, മുൻ ലോക്കൽ സെക്രട്ടറിയും മുതിർന്ന പാർട്ടി അംഗവുമായ KP വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭാ പരിധിയിലെ പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാദ്യോപകരണങ്ങളും PVC വാട്ടർ ടാങ്കും വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി AV സംഗീത പദ്ധതി വിശദീകരണം നടത്തി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവെ എന്നിവർ സംസാരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് നന്ദിയും പറഞ്ഞു. 5 പേർക്ക് വാദ്യോപകരണങ്ങളും 10 പേർക്ക് PVC വാട്ടർ ടാങ്കും 21 വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയുമാണ് നൽകിയത്. തളി തച്ചുകുന്നിലെ മണ്ണെടുപ്പിനെതിരെ കടുകശ്ശേരി തച്ചുകുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ദേശമംഗലം പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ് തച്ചക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. പരിസ്ഥിതി ലോല പ്രദേശമായ തച്ചുകുന്നിൽ കെട്ടിടം നിർമ്മിക്കുവാൻ അനുമതി നേടിയാണ് വൻതോതിലുള്ള മണ്ണെടുപ്പ് നടക്കുന്നത്. കുന്നിന് താഴെ നിരവധി കുടുംബങ്ങൾ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. കാലവർഷങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് തച്ചക്കുന്ന്. കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ മണ്ണെടുപ്പ് നടത്തുന്നതിന് ജിയോളജി വകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വാർഡ് മെമ്പറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണെടുപ്പ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിഗണന നൽകാതെ ജിയോളജി വകുപ്പ് മണ്ണെടുപ്പിന് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒത്തുചേർന്ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. റാലിക്ക് ശേഷം നടന്ന പൊതുയോഗം സാമൂഹിക പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്തു. പോയപ്പോ അവര് പറയുന്നത്, ഞങ്ങൾ ചോദിച്ചത് കാണാതെയാണോ പെർമിഷൻ കൊടുത്തത്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങളത് മുഴുവൻ നോക്കി, ഇവിടെ മുഴുവൻ കണ്ടു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു പിൻഭാഗം പിന്നില് ഇതുപോലെ രാജ്യം മുമ്പ് പറഞ്ഞ പോലെ 10-15 വീട്ടുകാർ അയ്യപ്പൻകാട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതുകൂടെ കയറി വന്ന് അത് മുഴുവൻ പരിശോധിച്ച ശേഷമാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. ഇത് മണ്ണെടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ്, അല്ലാതെ അവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ തളിക്കുളത്ത് നിന്ന് വന്ന ഏതോ ഒരാള്, അറിയാത്ത ഒരാള് ഇവിടെ ഒരു കടമുറി അല്ലെങ്കിൽ ഒരു ക്വാർട്ടേഴ്സ് പണിയാൻ വേണ്ടി ഇവിടെ സ്ഥലം വാങ്ങിയിരുന്നു, എന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. CP രാജൻ അധ്യക്ഷനായി. T ബഷീർ, K വിപിൻദാസ്, KK മണികണ്ഠൻ, TK കുഞ്ഞുകുട്ടൻ മാസ്റ്റർ, MM രതീഷ് മാസ്റ്റർ, P ശശി കടുകശ്ശേരി, TA മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓർഗാനിക് കമ്പോസ്റ്റർ ബിൻ വിതരണം ചെയ്തു. ജൈവമാലിന്യം സംസ്കരിക്കാൻ ആവശ്യമായ 1500 കമ്പോസ്റ്റർ ബിന്നുകളാണ് സൗജന്യമായി നൽകിയത്. മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ്, വാർഡ് മെമ്പർമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് എന്നിവർ സംസാരിച്ചു.
കടവല്ലൂർ പഞ്ചായത്തിൽ BJP മേഖലാ പ്രസിഡന്റുമാർക്കും ജനറൽ സെക്രട്ടറിമാർക്കും സ്വീകരണം നൽകി. കടവല്ലൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് അംബിക അനിൽ, ജനറൽ സെക്രട്ടറി പ്രതീഷ് കരിക്കാട്, ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് KM സുധീഷ്, ജനറൽ സെക്രട്ടറി CK ഗിരീഷ് എന്നിവരെ BJP തൃശൂർ ജില്ലാ നോർത്ത് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത ഷാൾ അണിയിച്ചു. കരിക്കാട് CG സെന്ററിൽ മേഖലാ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട്, എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, അജീഷ് കരിക്കാട്, മുൻ അധ്യക്ഷൻ സുഭാഷ് ആദൂർ, വാർഡ് മെമ്പർ ധനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ തിന്മകൾക്കുമുള്ള ഒറ്റമൂലിയാണ് വായനശാലകളെന്ന് NK അക്ബർ ML അഭിപ്രായപ്പെട്ടു. കൗക്കാനപ്പെട്ടി കൈരളി ഗ്രാമീണ വായനശാലയ്ക്ക് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. വായനശാലകളിലേക്കും കലാമത്സരങ്ങളിലേക്കും കായിക മേഖലയിലേക്കും നമ്മുടെ യൗവനത്തെ കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിപത്തായി നിൽക്കുന്ന എല്ലാ തിന്മകളും മാറ്റാൻ കഴിയൂ എന്നും MLA കൂട്ടിച്ചേർത്തു. ഞായറാഴ്ച വൈകിട്ട് കൗക്കാനപ്പെട്ടി കൈരളി ഗ്രാമീണ വായനശാല പരിസരത്തു നടത്തിയ പരിപാടി MLA ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കൊണ്ടുണ്ടായ ഒരു ഗുണം എന്താ വെച്ചാൽ സ്കൂൾ അടച്ചപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ നമ്മളിത് കൊടുത്തു. അപ്പൊ പിന്നെ കുട്ടികൾ അതിൻ്റെ ഒരാളായി. പിന്നെ അതിൽ നിന്ന് അവരും ഇങ്ങോട്ട് പോകുന്നില്ല. സ്കൂൾ തുറന്നെങ്കിലും കുട്ടികളൊന്നും അത് പിടിവിട്ടിട്ടില്ല. കുട്ടികൾ മാത്രമല്ല, മറ്റു പലരും അങ്ങനെ വായനയിലേക്കും കലാമത്സരങ്ങളിലേക്കും കായിക മേഖലയിലേക്കും ഒക്കെ നമ്മുടെ യൗവനത്തെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിപത്തായിട്ടുള്ള എല്ലാ തിന്മകളും മാറ്റാൻ കഴിയും. അപ്പൊ എല്ലാ തിന്മകൾക്കുള്ള ഒറ്റമൂലി മരുന്നാണ് വായനശാല. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബാലചന്ദ്രൻ മാസ്റ്റർ, വായനശാല പ്രസിഡന്റ് TA മുസ്തഫ, സജയൻ, സുധ ബാലചന്ദ്രൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര സ്വാഗതവും വായനശാല സെക്രട്ടറി ബൈജു വാഴപ്പള്ളി നന്ദിയും പറഞ്ഞു. 15 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 3000 രൂപ പ്രകാരം 100 പേരെ ലൈഫ് മെമ്പർമാരായി എടുത്തുകൊണ്ടാണ് 1 ലക്ഷം രൂപ നിരക്കിൽ 3 സെന്റ് സ്ഥലം വാങ്ങിയത്. ഇതിൽ MLAയുടെ 15 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത്. 9 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചാവക്കാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകർക്കായി പരിശീലന ക്ലാസ് നടത്തി. അഡ്വക്കേറ്റ് ജോൺ S. റാൽഫ് ക്ലാസ് നയിച്ചു. ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോകൻ തേർലിയുടെ അധ്യക്ഷതയിൽ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് CA ജോണി ഉദ്ഘാടനം നിർവഹിച്ചു. അഭിഭാഷകരായ KS പവിത്രൻ, KD വിനോജ്, നിഷ C, PS ബിജു, സിജു മുട്ടത്ത്, കവിത മോഹൻദാസ്, മഹിമ രാജേഷ്, ഫ്രെഡി പയസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ ആവശ്യകതയാണെന്ന ആശയമുയർത്തി മഹാത്മാഗാന്ധി അനുസ്മരണ സംഗമവും കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് 18-ാം വാർഡ് കമ്മിറ്റി രൂപീകരണവും നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി. ചടങ്ങിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, ബ്ലോക്ക് സെക്രട്ടറി സലാം വലിയകത്ത്, UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത്, റഫീഖ്, KM സുഭാഷ്, റഫീഖ് ഐനിക്കുന്നത്ത്, പ്രഭാകരൻ കല്ലാഴി, പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനീസ ഷറഫു, രജിത ഷാജി അമ്മാട്ടെ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന നേതാക്കളെ ആദരിച്ചു. കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. സമൂഹ നോമ്പുതുറയും ഉണ്ടായിരുന്നു. ചൊവ്വന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റും മലങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും സംയുക്തമായി മോട്ടിവേഷൻ ക്ലാസും സാന്ത്വന ക്യാമ്പും സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ KR നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മലങ്കര മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ മുഖ്യാതിഥിയായി. പാലിയേറ്റീവ് പ്രസിഡന്റ് CK ബാബുട്ടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മലങ്കര ആശുപത്രി ഡയാലിസിസ് സ്റ്റാഫ് നഴ്സ് ഷൈജു ടോം, പാലിയേറ്റീവ് ട്രഷറർ EF ജോയ് എന്നിവർ സംസാരിച്ചു. രക്തദാന സേന രൂപീകരണവും രക്തദാന സേന ഡയറക്ടറെയും ഡോക്ടർ അജിത്ത് പ്രകാശനം ചെയ്തു. യോഗത്തിൽ ദീപിക എക്സലൻസി അവാർഡ് നേടിയ മലങ്കര ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, കരകൗശല സംസ്ഥാന അവാർഡ് ജേതാവ് PB ബിന്ദേഷ് എന്നിവരെ കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ പൊന്നാട അണിയിച്ച് ഫലകം നൽകി ആദരിച്ചു. തെരഞ്ഞെടുത്തവർക്ക് സൗജന്യമായി ഡയലൈസറുകൾ വിതരണം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. യോഗത്തിന് പാലിയേറ്റീവ് സെക്രട്ടറി ജിനീഷ് തെക്കേക്കര സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മറിയാമ്മ ടീച്ചർ നന്ദിയും പറഞ്ഞു. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക സൗകര്യങ്ങളോടെ ശുചിമുറി കെട്ടിടം നിർമ്മിച്ചത്.
വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീറിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് അബ്ദുറഹീം, മുൻ PTA പ്രസിഡന്റ് നൌഫൽ, ഉസ്മാൻ, പുഷ്പാഞ്ജലി ടീച്ചർ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ അജിത സ്വാഗതവും പ്രധാനാധ്യാപിക സുമംഗലി ടീച്ചർ നന്ദിയും പറഞ്ഞു. കുനുമുച്ചി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ശാന്തി ഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാരവാൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് കുനുമുച്ചി ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. കുനുമുച്ചി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ അധ്യക്ഷനായി. സൗജന്യ ഡോക്ടേഴ്സ് OP, സൗജന്യ ഡെന്റൽ OP, സൗജന്യ ഡിജിറ്റൽ ECG, എക്കോ സ്ക്രീനിംഗ്, നോൺ പ്രോഫിറ്റ് ലാബ്, ക്യാൻസർ ഡിറ്റക്ഷൻ, വിവിധ ബ്ലഡ് ടെസ്റ്റുകൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടത്തി. വായനശാല ഭാരവാഹികളായ ജോമി ജോൺസൺ, റോഫി റാഫേൽ, ബിജോയ് ചീരൻ, അനൂപ് പനക്കൽ, ലിസി കൊള്ളന്നൂർ, പ്രേമ ജോസഫ്, ലിൻഡ, PJ ബൈജു, CJ ജോസ്, ലൈബ്രറിയൻ മോളി THN എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹ തണ്ണീർക്കുടം സ്ഥാപിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം കലശമലയിൽ പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസൻ നിർവഹിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. സെക്രട്ടറി മണിക്കുട്ടൻ, ട്രഷറർ MA സുദേശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിളികൾക്കായി തണ്ണീർക്കുടങ്ങൾ സ്ഥാപിക്കലുമുണ്ടായി. ജോയിന്റ് സെക്രട്ടറി C മഹേഷ്, കൺവീനർമാരായ ശ്രീകാന്ത് പണിക്കർ, KS പ്രദീപ്, വിദ്യാധരൻ, ഷിജിത്ത്, ബബിത, വൈസ് പ്രസിഡന്റ് KU രവി, പ്രേമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശുദ്ധ റമദാനിൽ ശ്വാസകോശ രോഗിക്ക് ജീവവായു നൽകി ജീവകാരുണ്യ പ്രവർത്തകൻ TV യൂസഫ് മാതൃകയായി. ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ 8 വർഷത്തോളമായി ചികിത്സയിൽ കഴിയുന്ന എടപ്പാൾ കുത്തിന്നപ്പറമ്പിൽ സന്തോഷ് കുമാറിനാണ് വെന്റിലേറ്റർ മാതൃകയിലുള്ള 1 ലക്ഷത്തിൽ പരം രൂപ വിലയുള്ള ഓക്സിജൻ BPAP മെഷീൻ നൽകിയത്. ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷനിൽ നിന്ന് വ്യത്യസ്തമായി ശ്വാസനാളത്തിലേക്ക് ട്യൂബ് ഘടിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ശ്വസന പിന്തുണ രീതിയാണ് ഈ യന്ത്രത്തിനുള്ളത്. സന്തോഷ് കുമാറിനെ ചികിത്സിച്ച ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം വീട്ടിൽ സ്ഥിരമായി ഓക്സിജൻ ലഭ്യമാക്കാനുള്ള മെഷീൻ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ സന്തോഷ് കുമാറിന്റെ ഭാര്യ സുചിത്ര തന്റെ സഹപാഠിയും നാട്ടുകാരനുമായ കുവൈത്തിലുള്ള ഷുക്കൂർ വഴി പെരുമ്പിലാവിലുള്ള പൊതുപ്രവർത്തകനായ MA കമറുദ്ദീനെ വിവരം അറിയിക്കുകയും തുടർന്ന് കമറുദ്ദീന്റെ ശുപാർശ പ്രകാരം അയൽവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ TV യൂസഫ് ഓക്സിജൻ BPAP മെഷീൻ ഇവർക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം സന്തോഷ് കുമാറിന്റെ ഭാര്യ സുചിത്ര TV യൂസഫിന്റെ കയ്യിൽ നിന്ന് ഓക്സിജൻ മെഷീൻ ഏറ്റുവാങ്ങി. പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ ചടങ്ങിൽ സംബന്ധിച്ചു. തൃശൂർ ജില്ലാ മഹിളാ സേവാദൾ നേതൃയോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് റീന വർഗീസ് അധ്യക്ഷയായി. UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായി. മഹിളാ സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് R ജയകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ചർമ്മം ഞമനങ്ങാട് കണ്ടംപുള്ളി റിട്ടയർഡ് സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K രാധാകൃഷ്ണൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. CK രാധ ഭാര്യയും മായാദേവി, ഷീജാദേവി, സന്തോഷ് എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി മങ്ങാട് ചീരമ്പൻ ദേവസി ഭാര്യ മാത്തിരി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്നു. മർഗിലി, ആനി, ആന്റണി എന്നിവർ മക്കളാണ്. മുതിർന്ന CPM അംഗം തയ്യൂർ എടാട്ടുപറമ്പിൽ പരേതനായ പങ്കായി മകൻ ദാമോദരൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഷൊർണൂർ ശാന്തിതീരത്ത് നടക്കും. ജയ, ഉഷ, മണികണ്ഠൻ എന്നിവർ മക്കളാണ്. തെക്കൻ ചിറ്റഞ്ഞൂർ ചങ്ങനം കുമരത്ത് പരേതനായ ഭാസ്കരൻ നായർ മകൻ ഗോപി എന്ന മണികണ്ഠൻ നിര്യാതനായി. 49 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. അവിവാഹിതനാണ്. ലക്ഷ്മിബായി മാതാവും ധന്യ സഹോദരിയുമാണ്. തയ്യൂർ കൊടുവള്ളി വീട്ടിൽ ചിന്ന എന്ന ദേവകി നിര്യാതയായി. 75 വയസ്സായിരുന്നു. അവിവാഹിതയാണ്. പരേതരായ വേലായുധൻ, കുറുമ്പ എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. CCTVയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിന് പ്രൗഢമായ തുടക്കം. എക്സൈസ്, പോലീസ്, തദ്ദേശ സ്ഥാപനങ്ങൾ, വിവിധ കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടെ CCTV നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ഞായറാഴ്ച തുടക്കമായത്. സമകാലിക സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധിയെ അതിജീവിക്കാൻ
തങ്ങളാലാകും വിധം പ്രവർത്തിക്കാൻ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നിട്ടിറങ്ങിയ CCTVയെ സർക്കാരിനും എക്സൈസ് വകുപ്പിനും വേണ്ടി അഭിനന്ദിച്ച് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ്. ലഹരിക്കെതിരെ ചെറുവിരൽ അനക്കുന്നത് പോലും മഹത്തായ സാമൂഹ്യ സേവനമെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൊറോസ്താത്തിയോസ് ലീബ ബാവയുടെ ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകന്മാരായ സ്ലീബ മറോസ്താത്തിയോസ്, പൗലോസ് മാർ, സെവേറിയോസ് മെത്രാപ്പോലിത്തമാരുടെ ഓർമ്മ പെരുന്നാളും ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.